ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വൈകുന്നേരം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ബീഫ് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച ബീഫ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 2 വലിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് ഉള്ളി താളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇതുപോലെ താളിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ നന്നായിട്ട് സെറ്റായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി വാടിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റായി വന്നാൽ അതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായി ബ്രെഡും മുട്ടയും കൂട്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 7 കഷ്ണം ബ്രെഡ്, ഒരു ചെറിയ ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം 4 കഷ്ണം ബ്രെഡ്, പിന്നെ 3 കഷ്ണം കൂടെ ചേർത്ത് 7 സ്ലൈസ് ബ്രെഡ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കട്ടിയിൽ അടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഗരം മസാല, ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രം ചൂടായി അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടിഭാഗത്തൊന്ന് എല്ലാ ഭാഗത്തൊന്ന് റെഡിയായി കഴിഞ്ഞാൽ ചൂടായ പാത്രത്തിലേക്ക് ഈ കൂട്ട് കുറച്ച് ഭാഗം ഒഴിച്ച് ഒരു മിനിറ്റ് നേരം അടച്ച് വെച്ച് തുറന്ന് ഈ മസാലക്കൂട്ട് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വെച്ച കൂട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നേരിയതായിട്ട് അരിഞ്ഞ് വെച്ച 4 പീസ് തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. പാത്രം ചൂടായി കഴിഞ്ഞ പാടന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ കുത്തി നോക്കിയാൽ ഉൾഭാഗം വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല എരിവോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.